ഹലോ, നിജുവാസ് വൈബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നൈറ്റി ബിറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫ്രോക്ക് നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഫ്രോക്കിൻ്റെ സ്റ്റൈലിലുള്ള ഒരു 3/4 ലെങ്ത്ത് വരുന്ന നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഒരു ടോപ്പിൻ്റെയൊക്കെ സ്റ്റൈലാണ് ഇത് വരുന്നത് കേട്ടോ. ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും നമുക്കത് റെഡിമെയ്ഡായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നൈറ്റി ബിറ്റ് യൂസ് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നൈറ്റി ബിറ്റ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത ഭാഗം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാക്കി ഇതുപോലെ വിരിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് നെക്ക് മുതൽ മാർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് 6 ഇഞ്ച് ലെങ്ത്താണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നത്. ശേഷം 3 ഇഞ്ച് വിഡ്ത്തും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ബോക്സ് വരച്ച് നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാം. അതുപോലെ ബാക്ക് നെക്ക് 4 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. ശേഷം അതിനൊരു ഷേപ്പ് കൊടുത്തു. റൗണ്ട് ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും നമ്മൾ റൗണ്ട് നെക്കാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഷോൾഡറാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. 7 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. 7.5 ഇഞ്ച് ആം ഹോളും മാർക്ക് ചെയ്തു. ശേഷം അതും കൂടെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ചെസ്റ്റ് അളവാണ്. ചെസ്റ്റിൻ്റെ വിഡ്ത്ത് 10.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുത്തു. ശേഷം നമ്മൾ സീം അലവൻസ് 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ശേഷം ഇത് നമുക്ക് വീണ്ടും ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ആം ഹോളിൻ്റെ കുഴി നമ്മൾ ഫ്രണ്ട് പാർട്ട് 1 ഇഞ്ചാണ് കർവ് കൊടുക്കുന്നത്. ബാക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം അതും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരു 1/2 ഇഞ്ച് ബെൻഡ് കൊടുക്കണം. ശേഷം നമുക്ക് ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 13 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. 9 ഇഞ്ചാണ് ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെസ്റ്റിൻ്റെ ആ ഭാഗത്തു നിന്നും നമ്മൾ ഷേപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ശേഷം 1.5 ഇഞ്ച് സീം അലവൻസ് വീണ്ടും കൊടുത്തു. ഇനി ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി വേണ്ടത് നമുക്ക് ഫുൾ ലെങ്ത് ആണ്. 40 ഇഞ്ചാണ് നമ്മൾ ഫുൾ ലെങ്ത് എടുക്കുന്നത്. 6 ഇഞ്ച് നമുക്ക് ഫ്രോക്കിൻ്റെ അടിഭാഗത്ത് ഉള്ള പ്ലീറ്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ മൊത്തം 46 ഇഞ്ചാണ് നമ്മളുടെ ഈ ഒരു നൈറ്റിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ 40ൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുത്ത് 42 ഇഞ്ചിൽ നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നമ്മളിവിടെ അടിയിൽ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇവിടെ ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം അടിഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കർവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൈഡ് തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ചുരിദാർ ഷേപ്പ് വരക്കുന്നത് പോലെ തന്നെ മുകളിൽ നിന്ന് നമ്മൾ ഷേപ്പ് വരച്ച ആ ഭാഗത്ത് നിന്നും ഈ അറ്റത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബോഡി പാർട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്കി വരുന്ന ഈ പീസ് കൊണ്ടാണ് നമ്മൾ അടിയിൽ ഫ്രില്ല് വെക്കാൻ പോകുന്നത്. 6 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഫ്രില്ല് വെക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 7 ഇഞ്ച് വിഡ്ത്ത് വേണം. എന്നാലാണ് നമുക്ക് സീം അലവൻസൊക്കെ കഴിഞ്ഞിട്ട് 6 ഇഞ്ച് ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വേണ്ടത് നമുക്ക് സ്ലീവാണ്. സ്ലീവ് നമ്മൾ പഫ് സ്ലീവാണ് വെക്കാൻ പോകുന്നത്. സ്ലീവ് ലെങ്ത്ത് 7 ഇഞ്ചാണ്. അപ്പോൾ നൈറ്റി ബിറ്റ് ആയതുകൊണ്ട് തന്നെ പഫ് സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കഷ്ടത്തിലായിട്ടാണ് ഇതിൻ്റെ പീസൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പഫ് സ്ലീവൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇവിടെ നിന്ന് 3.5 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നോർമലി സ്ലീവ് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ആം ഹോളിന് കണക്കാക്കി മാർക്ക് ചെയ്തതിന് ശേഷം കുറച്ച് അധികം കട്ട് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമുക്ക് പഫ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പഫ് സ്ലീവിൻ്റെ ഇവിടെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു 2 ഇഞ്ച് ഇങ്ങോട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. നോർമലായിട്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് അവിടെ നിന്നും 2 ഇഞ്ച് ബാക്കിലോട്ടാണ് നമ്മളിത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രില്ലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടോപ്പ് കട്ട് ചെയ്തതിൻ്റെ ബാക്കി ബാലൻസ് വരുന്ന ഈ ഒരു പീസ് എടുത്തിട്ടാണ് നമ്മൾ ഫ്രില്ല് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് ഈ ഒരു ഭാഗം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ശേഷം ഇതൊന്ന് സെൻറ്റർ ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ഇനി ഇവിടെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ 2 പീസും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടോപ്പിൻ്റെ അടിഭാഗത്ത് ഫ്രില്ല് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. നോർമലി നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് അകത്തേക്ക് മറിച്ച് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കും അതുപോലെ തന്നെ ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് 2ൻ്റെയും ഷോൾഡർ നമുക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് ഷോൾഡർ ഒരുമിച്ച് വെക്കാം. ഷോൾഡർ ഇതിൻ്റെ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ബാക്ക് പീസിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതുപോലെ വെച്ച് ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നെക്കിൻ്റെ ഭാഗം ഒന്ന് കവർ ചെയ്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബാക്ക് പീസിൻ്റെ നെക്ക് പതിച്ച് തയ്ക്കുന്നതിന് മുമ്പ് വേണം നമുക്ക് ഇതുപോലെ ചെയ്യാൻ. അപ്പോഴാണ് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നെക്ക് കവർ ചെയ്ത് കിട്ടുള്ളൂ. അങ്ങനെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്ക് നെക്ക് ഇതുപോലെ പതിച്ച് തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ സ്ലീവും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഷേപ്പൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗത്ത് നമുക്ക് ഫ്രില്ലാണ് വെക്കേണ്ടത്. അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു പണി പൂർത്തിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 പീസുകൾ എടുത്തിട്ട് നമുക്ക് അടിഭാഗത്തൊന്ന് ഫ്രില്ല് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി നൈറ്റി ഫ്രോക്കിൻ്റെ അടിഭാഗത്ത് ഫ്രില്ലിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഫ്രില്ല് സ്റ്റിച്ച് ചെയ്ത് വെക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രില്ല് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇതുമ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് ഫ്രില്ല് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് ഫ്രില്ല് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് 2 രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇത് റൗണ്ടിന് നമുക്ക് ഈ ഒരു ഫ്രില്ല് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഫ്രില്ല് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നൈറ്റി ഫ്രോക്ക് തയ്ക്കാൻ. ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.